ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വരുന്ന ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബാക്കി വന്ന ദോശമാവ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ലൊരു അടിപൊളി പലഹാരം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ്, വലിയ ഉള്ളി, മല്ലിയില, പച്ചമുളകാണ് കേട്ടോ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. പച്ചമുളക് ഞാൻ എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 2 പച്ചമുളക് ഉള്ളൂ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഈ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. പിന്നെ ഉപ്പ് നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ദോശമാവിൽ ഓൾറെഡി ഉപ്പ് അപ്പസോഡയൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കണം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ മാറ്റി വെച്ച് നമുക്ക് സ്റ്റൗവിൽ ഇതുപോലെ ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ തവി വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഓരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് കുക്ക് ചെയ്യാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിവശമൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ടുകൊണ്ട് മുകൾ വശവും കൂടി ഒന്ന് മുരിച്ചെടുക്കാം. ഇത് ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ദോശമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഉൾവശമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മുരിപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ക്രിസ്പ്നെസ് കിട്ടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ വശം കൂടി കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലുള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ ഒഴിച്ച് എല്ലാതും കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ദോശമാവ് വെച്ചിട്ടുള്ള ഈ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദോശമാവൊക്കെ ബാക്കി വരുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാകും. അപ്പം ചൂടുള്ള കട്ടൻ ചായയും കൂടെ ഇതൊക്കെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.